പെറ്റ മക്കളെ പോലെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അച്ഛനാണോ പെറ്റത്? ഫേസ് കട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാ? പ്രയാഗ മാർട്ടിനെ. ആ പ്രയാഗ മാർട്ടിനെ ഷട്ടറിൽ വരയ്ക്കണം. ജുവലറിയില് ഇല്ല, ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങളുടെ അതിഥികൾ ആദ്യം കഴിക്കുക. ഒരു കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കും. അപ്പം ഇളയമ്മയുടെ അടുത്തേക്കാണ് കോള് വന്നേ. അപ്പൊ പറഞ്ഞു ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന കുട്ടി, ഇളയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ അനിയന്റെ ഭാര്യ. പുതിയൊരു അറിവാണ് കേട്ടാ, ഞങ്ങളുടെ പുതിയ അറിവാണ്. നിങ്ങളെന്താ വിളിക്കാ? ഇളയമേൻ അളിയാന്ന്. പോട്ടെ പോട്ടെ കരയണ്ട. സീരിയസ് ആണോ? അല്ല, അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ലക്ഷ്മി ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കും. തുപ്പല് തെറിക്കണ കണ്ടില്ല. എന്ത് മസാലയും നമ്മൾ ഇടുക? പുട്ട് മസാല. അങ്ങനെ പ്രത്യേകിച്ച് ഞാനിതുവരെ പുട്ടിന്റെ മസാല കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സാമ്പാറും ചിക്കനും മിക്സ് ചെയ്തിട്ട് കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് കുഴപ്പമില്ല. എനിക്കൊന്നും നിനക്കെന്തോ കുഴപ്പം. വേറെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. എനിക്ക് പറ്റാത്തത് എന്റെ മകനാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. 10 ജയിപ്പിക്കണം. അച്ചാക്ക നാരങ്ങ എടുത്ത് സൈഡിൽ വെക്കണം, അല്ലാതെ ഇവിടെ വയ്ക്കല്ലേ. ബ്ലൗസ് ഒക്കെ ഇട്ട് സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് കടലയൊക്കെ കഴിച്ച് ഈ പ്രോഗ്രാം ഒക്കെ കണ്ട് ഇങ്ങനെ വായി തുറന്നിരിക്കും. കടല തിന്നുമ്പോ വാ തുറന്നിരിക്കണം, ചവയ്ക്കൂലേ അത്. എന്താണ് മഞ്ഞയൊക്കെ ഇട്ടിട്ട്? അല്ല മഞ്ഞ മഞ്ഞ ഇത് മഞ്ഞേ എന്തായാലും ഒരു കളർ ഡ്രസ് ഇടാതെ പറ്റില്ലല്ലോ. നല്ല കളർഫുൾ ആയിട്ട് തന്നെ മഞ്ഞ 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 5 മഞ്ഞ 5 വരം പല്ലാണെന്നേ ഉള്ളൂ. I'm a niru kali drunk, now a nal kali drunk. I'm a രാജൻ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആട്ടം? കൊള്ളാം, നല്ല മുതുക്ക് കൂത്താട്ടം. ഞാൻ വീണപ്പം ഇത് ഇങ്ങനെയായി. അപ്പൊ പേരൊന്നുമില്ല. പണ്ട് ലക്ഷ്മി, പണ്ട് എന്റെ നിക്കറിന്റെ ബാഗ് ഇതുപോലെ. എനിക്ക് ഇവിടെ തന്നെ ഒരുപാട് പേരിട്ടിട്ടുണ്ട്. എന്താണ് സുചേട്ടനെ വിളിക്കാറല്ലേ? അത് പറഞ്ഞാൽ ചേട്ടാ കള്ളാന്ന്. ഇത് കേട്ടോണ്ട് രാവിലെ സൂര്യ ഉദിക്കുമ്പോ നാട്ടുകാരെ വിളിക്കും, തോന്നില്ല കള്ളാൻ പോണം. അന്ന് നിന്റെ മറ്റേ സ്റ്റെപ്പ് ശരിയായില്ല. ഇത് അതൊരു 7:30 കഴിയണം. I'm a niru kali drunk, now a nal kali drunk. I'm a കല്യാണം കഴിഞ്ഞു ക്ഷീണമല്ലേ? രാവിലെ ബ്യൂട്ടീഷ്യൻ എത്ര സമയം എടുത്ത മേക്കപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി വിട്ടു. ഒരു ബ്യൂട്ടീഷ്യൻ ഇങ്ങോട്ടും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ചാത്തൻ. നമുക്ക് കാണാൻ പറ്റില്ല. നോബിചേട്ടന്റെ ടീം ചെയ്ത പോലെയല്ല, ഭയങ്കര ക്ലെവർ ആയിട്ട് കളിച്ചു കേട്ടോ. അസലായിട്ട് കളിച്ചു. ആ തിരുമ്പുന്ന രീതിയാണെങ്കിലും ജ്യൂസ് എടുക്കുന്ന രീതിയാണെങ്കിലും അടിപൊളിയായിരുന്നു. അതിനകത്ത് വെച്ച് ഇളക്കിയപ്പോ ഞാൻ വിചാരിച്ചപ്പോ മുന്തിരിയില് പൊറോട്ട അടിക്കും. രാത്രി ഒരു 12:30, 1 മണി, 1:30, മാക്സിമം 2 ഉറങ്ങും. 2 മണിക്ക് ഉറങ്ങും. പാലയിലാണോ പനയിലാണോ? ഒരു വല്ലം തുടങ്ങിയ സമയത്ത് ഈ ഗെയിം കാണുമായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, കരയാണ്ട് പറയണം. അല്ല, കരഞ്ഞിട്ട് പറഞ്ഞാലേ റേറ്റ്. എന്നെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട.
എന്നെ മിസ് വേൾഡിലേക്ക് സെലക്ട് ചെയ്തത് അറിയാവോ? മലയാള സിനിമക്കാർ പൊട്ടിപ്പറിക്കാൻ നിൽക്കുക. മലയാള സിനിമയല്ല, തലേ തോർത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കാക്ക ഒത്തു. ശ്രീവിദ്യ ആണെങ്കിൽ ഭയങ്കര എക്സ്പെർട്ടാ. എന്താണ് മസാലപ്പുട്ട്? അതിൽ ഏത് മസാലയും നമ്മൾ ഇടുക? ഞാൻ ചിക്കൻ കറിയിൽ വരെ സാമ്പാർ മസാല ഇടാറുണ്ട്. ചിക്കൻ കറിയിൽ വരെ സാമ്പാർ. എന്താ ഇതിന്റെ ടേസ്റ്റ്? ഭാഗ്യം സ്വന്തം അച്ഛനെടുത്തിടാ. അല്ലെങ്കിൽ വ്യക്തി ഞങ്ങൾ അങ്ങനെയാണ് അറിഞ്ഞത്. സത്യം ഇവിടെ വന്നപ്പോ എല്ലാരും ചോദിച്ചു ആർട്ടിസ്റ്റ് ആണോന്ന്. ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ എവിടെ ഇറങ്ങിയാലും എന്താ അപ്പ കല്യാണം കഴുത്തിലിട്ടിട്ടുള്ളത് ചോക്കർ എന്ന് പറയും. ഇങ്ങനെ ഇറുക്കി പിടിച്ചിടുന്ന മാലയെ നമ്മൾ എന്ത് പറയും? ജോക്കർ. ചോക്കർ അല്ല, തന്നെ ജോക്കർ എന്ന് വിളിച്ചു. അടുത്തിട്ടേക്കുന്ന ഏത് പേര് CHOKER. ചോക്കർ. നന്നായിട്ടുണ്ട്. ആരാ പറഞ്ഞ മണ്ണന്തരക്കട ഒരു പട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് തേരാ ടിപ്പു പട്ടീനെ കഴുത്തിട്ടിരുന്ന ബെൽറ്റ് കൊടുത്തു. എന്താ കാണിക്കുന്നത്? ഇതെന്താ ഇങ്ങനെ കുടിക്കുന്നേ? ഞാൻ പെട്ടെന്ന് വിചാരിച്ച നാഗർകോവിലെ ഡാൻസ് പാർന്നു വിചാരിച്ചു. ഇതൊക്കെ കണ്ടപ്പോ ഒരാള് ഫുൾ കൈ ഷർട്ട് നിവർത്തിയിട്ട് എവിടെ പച്ച നോക്കട്ടെ. ഇത് പച്ചവത്തിയല്ല, പപ്പടം കാച്ച വെണ്ണ നിറച്ച്. ഇത് കഴിച്ചിട്ട് തീ പോയിരിക്കണം. ഈ വേവാത്തത് കഴിച്ചിട്ട് കുറച്ചേരം തീ പോയി. അതുപോലെ ഞാൻ ഏത് ഡ്രസ് ഇട്ട് ഞാൻ ആദ്യം എന്റെ പപ്പിക്കുട്ടിയുടെ അടുത്തൊക്കെ ഞാൻ ആദ്യം ചെല്ലുള്ളൂ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനാ? എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇവള് പറയും എന്ത് ചന്താന്ന്. അത് അങ്ങനെയല്ലേക്ക് പറഞ്ഞ ഇത് ഏത് ചന്തയെന്നായിരിക്കും. വേലു എന്നാണ് വിളിക്കാറ്. പിന്നെ എന്റെ കസിൻസും എന്റെ നാട്ടുകാരും ഒക്കെ എന്നെ വിളിക്കുന്നത് അതാണ് കേൾക്കേണ്ടത്. അല്ല അങ്ങനെ വലിയ വരുന്നുള്ളൂ. എന്നെ വിളിക്കുന്നത് ബേപ്പേന്നാ. ഇതപ്പോ എനിക്ക് ജോലി കിട്ടി. 18 വയസ്സിലാണ് ജോലി കിട്ടി. പിന്നെ സമയമില്ലല്ലോ എയർപോർട്ടിൽ നിന്ന്. 18 വയസ്സിൽ ജോലി കിട്ടിയോ? 18 വയസ്സിൽ എനിക്ക് ഞാൻ ഫസ്റ്റ് ജോബിൽ കയറുന്നത് എയർപോർട്ടില്. ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാരും ചിന്തിക്കണം. കാര്യം അതും 18 വയസ്സ് പ്രായത്തില് ഈ സുന്ദരിയായ പെൺകുട്ടി എയർപോർട്ടിനകത്ത് കൂടെ ചായ വട ചായ വട എന്ന് പറഞ്ഞു. സ്കൂളിലൊക്കെ നമ്മളെ വരില്ലേ ഇങ്ങനെ ഇപ്പൊ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെ ഹൈറ്റ് വൈസ് ഒക്കെ അല്ലേ? നിങ്ങൾ അങ്ങനെയാണ് ഓർഡറിൽ വന്നേ? അല്ലല്ലോ, അനുസരിച്ചല്ല ഞങ്ങൾ വന്നത്. ഒരു ബുദ്ധിയില്ലാത്ത ആളും ഒരു ബുദ്ധിയില്ലാത്ത ആളും ഒരു അതെ. ഉള്ള നല്ല സാരിയാണ്, നല്ല കമ്മല്, മൊത്തത്തിൽ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്. നല്ല സാരി, നല്ല ബ്ലൗസ്, നല്ല കമ്മല്, ഒരു നല്ല മുഖം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലിപ്പം അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ നോവിച്ചേട്ടന്റെ നമ്മളല്ലേ ഏറ്റവും കുറവ് സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സോക്സ് അഴിച്ചു. അപ്പൊ നമ്മളല്ലേ ജയിക്കണ്ടേ? അയ്യോ, ആ തിയറി കറക്റ്റ് ആണല്ലോ. ന്യൂട്ടൺസ് ലോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾ എത്ര പ്രാവശ്യം വെള്ളം കളഞ്ഞായിരുന്നു? ഞങ്ങൾ ഒരുപാട് കളഞ്ഞു. ആനന്ദ് നിങ്ങൾക്ക് വല്ല ചെയ്യണ്ട. വാടാ വാടാ വാടാ, വെള്ളം ഞങ്ങൾ തീർത്തറാ വെള്ളം. ഈ മഴക്കാലൊക്കെ ആവുമ്പോ നമ്മുടെ വീടിന്റെ തട്ടുപുറത്തൊക്കെ കൊറേ പൂച്ചകള്, അതായത് ഇങ്ങനെ പെറ്റ് പെരുകി കൊറേ പൂച്ചക്കുട്ടികളൊക്കെ. ഞങ്ങളുടെ വീട്ടിലില്ല, നിങ്ങളുടെ വീട്ടിലായിരിക്കും. ഹലോ. ശരിക്കും ലോറി പോയാലും ഇവര് പോവാനെന്താ ലോറിക്ക്? വീട്ടിലെ പട്ടി മരിച്ചാണ്. കൗണ്ടർ അടിക്കാനുള്ള മാനസികാവസ്ഥ. അത് നിന്റെ കൗണ്ടറായിട്ട് പേ പിടിച്ചായിരിക്കും മരിച്ചു. എന്താ ഉണ്ടാക്കണേ?
തങ്കച്ച അങ്ങനെ തങ്കച്ച തങ്കച്ച അന്ന് പറഞ്ഞ തങ്കച്ച ഓണത്തിന് നിന്റെ കാർ റിലീസ്. ഞാനത് റൂമിലായിരുന്നു സോറി സാർ എനിക്ക് ചേട്ടാ ഒരു റൂം ഒന്ന് തുറന്നു വിട ചേട്ടാ. ഹലോ ഒന്ന് റൂം ഒന്ന് തുറന്നു വിടും ഒന്ന് മേക്കപ്പ് ചെയ്യണം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ഒന്ന് താന്നു പറയാം. അതെ അയ്യോ റൂം തുറന്നു കൊടുക്കാം. അല്ല ചേട്ടാ ക്യാമറക്ക് മുന്നിൽ വന്ന എത്രാമത്തെ വയസ്സിലായിരുന്നു അതൊന്നും അറിഞ്ഞു? എടാ 3-ാമത്തെ വയസ്സിൽ പാസ്പോർട്ട് ഫോട്ടോ എടുക്കാം. എന്തായാലും ആരുടെയും കഞ്ഞി വോട്ടില്ല. ഓക്കെ അല്ല എനിക്ക് തോന്നുന്നു എന്റെ 2ാമത്തെ വോട്ടാണ്. ആണോ? ഇപ്പൊ ശരി, ഞാൻ ഇവിടെ നിന്ന് ചോദിക്കാം. സുധിച്ചേട്ടാ എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്? കള്ള വോട്ടൊഴിച്ച് ബാക്കി 2-3 പ്രാവശ്യം. ഗാന്ധിജിക്ക് വോട്ട് ചെയ്താണത്. സഹകരിക്കും ചേട്ടാ. നാണക്കേട്. ഇല്ലില്ല, നിങ്ങൾ ഉറങ്ങുകയാണ്. ഒരു മിനിറ്റ് അതെവിടെ പോന്നു? മൂത്രമൊഴിച്ചിട്ട് വരട്ടെ. എന്താ? ഞാൻ അല്ലെങ്കിൽ ഉറങ്ങുമ്പോ കിടന്നു കൊടുക്കും. അതാണ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡില് ഓപ്പോസിറ്റ് ടീമാ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഷർട്ട്. മൂക്കും കുത്തി താഴെ വീഴരുത് അടുത്ത എപ്പിസോഡില്. ചേട്ടാ ഷർട്ട് എങ്ങനെയുണ്ട്? നല്ല ഓറഞ്ച് പോലത്തെ ഷർട്ട്. നോക്കട്ടെ. ഇത് ഗ്രീൻ ആണല്ലോ. പച്ച ഓറഞ്ച്. ഇതൊരുമാതിരി വെള്ളരി കണ്ടത്തിൽ അനുവിനെ കൊണ്ട് കുത്തിർത്തിക്കും പോലെ. വെള്ളരിക്കണ്ടത്തിലെ കണ്ണീർ കോലമെന്നല്ലേ പറയുന്നത്? രണ്ടും ഒന്നല്ലേ പക്ഷേ പണക്കൂട്ടിന് പോയി നിന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാം വല്ല ഹാർട്ട് അറ്റാക്കും വന്നാ നിങ്ങൾ ഉത്തരവാദിത്തം പറയണം കേട്ടോ. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. ഒരു പൂച്ചയെ കണ്ട് അറ്റാക്ക് വന്നെന്ന് പറഞ്ഞാ പത്രത്തിൽ പോലും ഇടൂല ചിരിക്കാവ്. എന്താ വന്ന് വീണേ? ഈ പൂച്ച എന്ന് പറഞ്ഞ ആരുടെ തങ്കച്ചനോട് താഴെ ഇട്ടത്. ഓൾറൈറ്റ്, എല്ലാരും കളിക്കണം. റെഡി അല്ലേ ചേട്ടന്മാരെ? ലാലി ലാലി ലേ വാ. ഏതോ അല്ല ഇങ്ങനെ കണ്ടപ്പം പേടിച്ചു. നൂല് കെട്ടെല്ലാം കൂടെ ഒരു ദിവസം ആവുമല്ലോ. സിനിമ ഞാൻ പറ്റുന്നില്ല. എന്നെ വിളിച്ചിട്ടുണ്ട് ചിലപ്പോ ഈ ഫ്ലോറിൽ വന്നിട്ട്. അല്ല സത്യം ഷിയാസിന് ഇപ്പൊ താളമുണ്ട്, നല്ല താളമുണ്ട്. ആദ്യം വന്നപ്പോ ഓളമായിരുന്നു. നിങ്ങളെ പരിപാടി എന്ന് പറഞ്ഞാൽ സൈഡ് ബാർ ഇങ്ങനെ ഇരുന്ന് കളിയാക്കുക എന്നതാണ്. ഈ പാട്ട് ടെലികാസ്റ്റ് ചെയ്താൽ എല്ലാരും എന്നെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അതങ്ങനെ ഉണ്ട്. പാലിൽ ഈച്ച വീണ് കഴിഞ്ഞാൽ പാലാരും ശ്രദ്ധിക്കില്ല. ഈച്ച. താങ്ക് യു സോ മച്ച്. ഒരുപാട് നാളുകളായി എവിടുന്ന ഒരു ഉൾവിളി. ഇത് പറയൂ എന്ന്. പക്ഷെ ആ ഉൾവിളിക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം. എന്റെ തലയിൽ ആപ്പിൾ വീഴുന്നെങ്കിൽ നീ ന്യൂട്ടനായ. അല്ല പറഞ്ഞില്ല ഈ സാരി കൊടുത്ത കല്യാണാലോചന വരുമോ? വലിയ കുട്ടിയെ പോലെ തോന്നുമല്ലോ. അങ്ങനെയാണെങ്കിൽ തങ്കച്ച നാളെ പോലെ സാരി കൊടുത്തോണ്ടാ. ഞാൻ PhD എടുക്കാം. അപ്പൊ പപ്പ എടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഒരു മിനിറ്റ് PhD എവിടെ നിന്ന് എടുക്കാനാ താങ്കൾ ഉദ്ദേശിച്ചത്? അടുത്തൊരു കടയുണ്ട് ഗോപാൽ. PhD എവിടെ നിന്ന് എടുക്കും? ഇംഗ്ലീഷ് അക്ഷരമാലയെന്ന്. PhD എടുക്കാം. എനിക്കൊരു ബെൻസ് മേടിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ഉടക്കിയതൊന്നുമല്ലോ. അപ്പൊ പറഞ്ഞ് അടുത്ത മാസം വീട് ഓല കെട്ടിട്ട് ബാക്കി കെട്ടേക്ക് വായിച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക തരം ഒരു കുടയാണ്. ഇതിനകത്ത് വൈഫൈ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൾട്രാ വയലറ്റിൽ രശ്മി കടക്കാതിരിക്കാൻ വേണ്ടി ഇതാ അടിയിലെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അൾട്രാ വയലറ്റ് അതെന്ത്? അൾട്രാ വയലറ്റ് അടിച്ച എന്റെ സ്കിൻ കംപ്ലൈന്റ് ആവും. അതല്ല അൾട്രാ വയലറ്റ് നിന്റെ പുറത്തടിച്ച അൾട്രാ വയലറ്റ് കംപ്ലൈന്റ്. ഓക്കെ അനു, ഇതുപോലെ ഒരു വിത്ത് ഉള്ളോ? അതോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതേപോലത്തെ വേറെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഏകദേശം ചായുള്ള? ആമസോൺ വനാന്തരങ്ങളിൽ കാണും ഇതുപോലത്തെ. 3 രാജാക്കന്മാരെത്തി. കിട്ടി. സീസർ അല്ല സീസൺ. സീസർ അല്ലടി MC. ഭോജ രാജാവ്. ഭോജ. പിന്നെ ഒന്ന് നടുക്കിക്കണത് പഴച്ച രാജ.
ഇഷ്ടമല്ലേ? ആദ്യം കഴിക്കൂന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആദ്യം അല്ല ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ കഴിക്കൂലെന്ന്. അങ്ങനെയല്ല കഴിച്ചിട്ടുണ്ട് സാർ. ഏത് വൈനാ കഴിച്ചിട്ടുള്ളത്? ഇവിടെ ആര് സത്യം പറയുന്നത്? എന്റെ അമൃതക്കുട്ടി സൺഡേ വൈൻ. ക്രിസ്മസ് സമയത്ത് സ്കൂളൊക്കെ അടയ്ക്കണ സമയത്ത് അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിൽക്കുക, കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ബ്ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പെട്ടെന്ന് ഓർമ്മ വരണ എന്തായാലും കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അവിടെ ഫ്ലാസ്ക് ഉണ്ടോ അറിഞ്ഞൂടെ? ആദ്യമായിട്ട് കാണും ചന്നിലി എണ്ണ കടിഞ്ഞൂൽ കാഴ്ച. ചന്നിലിയും വന്ന സത്യം സത്യം ചുമ്മാ സണ്ണിലേ വന്നു. ശ്ശെ. നീ കണ്ടില്ല? ഇല്ല. നീ കണ്ടില്ലടാ? നീ കണ്ട? ഞാൻ കണ്ടു. അതാണ് നിനക്കൊരു ക്ഷീണം. ഞങ്ങൾക്ക് അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും ഇല്ല. അങ്ങനെ 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 പറയരുത്. ക്രിസ്മസിന് അവധി വരുമ്പോ നീ സ്കൂളിൽ പോയിരിക്കുവോ? ഞങ്ങൾക്ക് അങ്ങനെ ക്രിസ്മസ് അങ്ങനെ ഇല്ല സാറേ. ഞാൻ സ്കൂളിൽ വന്നിരിക്കും. നിങ്ങൾ 10 ദിവസം അവധി കൊടുക്കും. ശ്രീവിദ്യ, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിനിമാ ജീവിതത്തിലോട്ട് വന്നിട്ട് പഴയതാണ് നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടോന്ന്? അതെ, പഴയ ജോലി നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പറഞ്ഞു അയ്യോ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന്. പടം കണ്ടിട്ടാണ്. ശരി, അപ്പൊ തെലുങ്ക് എന്ന് പറയുമ്പോ എങ്ങനെയാണ്? തെലുങ്ക് ലാംഗ്വേജ് ഒക്കെ പഠിച്ചോ? ആ സമയത്ത് കുറച്ച് അതിനു വേണ്ടി പഠിച്ചിരുന്നു. അതായത് മെയിൻ എന്തെങ്കിലുമൊക്കെ കേട്ടാലൊക്കെ కమ్యూనికేట్ చేయు. ഞങ്ങളൊന്ന് കേക്കട്ടെ. ఇక్కడ స్టార్ మ్యాజిక్ లో వచ్చిందా నాకు చాలా సంతోషంగా ఉంది. ചാള ഡെയിലി ചാളക്കറിയാണ്. ഭയങ്കരമായിട്ട് കിട്ടിയപ്പോ തന്നെ ഇങ്ങനെ ഓമനിക്കുണ്ടല്ലോ. എങ്ങനെയുണ്ട്? നമ്മുടെ ജിംബ്രൂന് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു. ഇനി ഇത് അങ്ങനെ മാറ്റിയിടേണ്ട കാര്യമില്ല. ഒരാൾക്ക് ഓരോന്ന് വെച്ച് മേടിക്കണാണ് നല്ലത്. ഇതുപോലെ കാര്യം ഇവിടെ ചള് പറയാത്ത ആരുമില്ല. ഈ ലക്ഷ്യപ്രിയക്കൊക്കെ ഇതുപോലത്തെ 3 എണ്ണം വേണം. ഓൾ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഗുർപ്രീത്. ആ ഗുർഗുർന്ന് വിളിക്കാൻ വീട്ടില്. അല്ലെങ്കിൽ പായൽ. പായൽ വേറെ ആരും വിളിക്കരുത്. ആയലിനേക്കാളും നല്ലത് പൂപ്പൽ എന്നാണ്. മാങ്ങയില്ലേ, മാങ്ങ കൊണ്ടുവന്നിട്ട് ഒരു ബ്ലേഡിന്റെ ഒരു കഷ്ണമൊക്കെ ആയിരിക്കും നമ്മുടെ ബോക്സിൽ ഉണ്ടാവുക. അപ്പൊ ടീച്ചറെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഡെസ്കിന്റെ അടിയിലേക്ക് നീട്ടി പിടിച്ചിട്ട് മാങ്ങ മുറിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. ഇതിന്റെ ഇടയിൽ അറിയാണ്ട് നമ്മുടെ കയ്യും മുറിയും. ടീച്ചർ പഠിപ്പിച്ചപ്പോ ഈ മാങ്ങാട്ടിയതുണ്ടെന്ന് ഇപ്പൊ ഇവിടെ വന്നിങ്ങനെ. പ്ലീസ് ഡു കണ്ടിന്യൂ. I am very happy. I love you, Star Magic. And I love our teammate. I love my fans. And I love your audience. അണ്ണാ കുനിയല് പോക്കറ്റിൽ നിന്ന് ബീഡി വീഴും. പിന്നെ എഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാത്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതായത് ഫെയിൽ ആയ ടീമുകളല്ല. ഏതൊരു പൈലറ്റ് ഉണ്ടല്ലോ ഷോ കണ്ടിട്ട് സ്ഥിരം എഡിക്റ്റ് ആണ് കാണാറുണ്ടെന്നൊക്കെ പുള്ളി അടുത്ത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ ഫ്ലൈറ്റിന് ഇതുപോലെ ടെസ്റ്റ് എടുക്കുമ്പോ റിവേഴ്സ് എടുക്കാനായിട്ട് എന്താ ചെയ്യാറെന്നുള്ളത്? ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ പൈലറ്റ് ഏതാണ്? മന്ത്രിയുടെ ഫ്രണ്ടിൽ പോണ പൈലറ്റ് ആയിരുന്നു. എത്ര ഗ്രൂപ്പിന്റെ അഡ്മിനാണ്? അല്ല എനിക്ക് ഈ അഡ്മിൻ എങ്ങനെയാ അത് ചെയ്യുന്നത്? അഡ്മിൻ ആവണമെങ്കിൽ പിന്നെ പഞ്ചായത്തിന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. തമാശയാണ്. ശരി, ഓക്കെ. എന്താ സുധിച്ചേട്ടനെ പറ്റിയൊരു നിങ്ങൾ അങ്ങനെ ഇരുന്നാണ് അങ്ങനെ ഇരുന്നാണ് ഫ്രണ്ടിലൊരു തോർത്തിട്ട പുള്ളിയുടെ ബിസിനസ്. ലക്ഷ്മി മുഖത്ത് പാട് നോക്കി. കണ്ണ് കണ്ട ആ കണ്ണൊക്കെ കണ്ടു. സീരിയൽ ആർട്ടിസ്റ്റ് അവളൊരു കണ്ണില്ല. അവളെങ്ങനെ അനുവൊക്കെ വന്നിട്ട് അടുത്ത എപ്പിസോഡ് ആലോചിച്ച് ഒരു സൈഡിൽ നിന്ന് ഒന്നാമത് നമ്മള് ഗെയിം കളിക്കുമ്പോ തെറ്റിക്കും. ഈ സൈഡ് കാണാൻ പറ്റാതാണെങ്കിൽ ഇത് കൊഞ്ഞനം കുത്തിയല്ലയുടെ ഭ്രാന്ത. ഇതിന്റെ മാനറിസമാണ്. അതെ, ഒരു നിമിഷം. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. അതെങ്ങനെ ചോദിച്ചത്? അല്ല, ഈ ഡ്രസ് കണ്ടോണ്ട് ചോദിച്ചതാ. അതെ, ഓപ്പറേഷൻ തിയേറ്ററിൽ തുടങ്ങി ഓടിയാണ്. ആണോ? കാണണോ? പൈൽസിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. നമുക്ക് ഇതിനകത്ത് ആളിനെ കയറ്റി വിടാൻ പറ്റുമോ? ഇതിനകത്ത് ആളിനെ കയറ്റി വിടാം. ഏതെങ്കിലും ഒരു ഗ്രഹത്തിനെ കൊണ്ട് ഇറക്കി വിടാൻ പറ്റുമോ? ആളിനെ കയറ്റാൻ പറ്റുമോ? ആളെ കയറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരാളെ കൊണ്ടുപോകണം. ആരാ? ഈ പുള്ളി.
ഈ പുള്ളിയെ കൊണ്ട് ചൊവ്വയിലിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ചൊവ്വാ ദോഷം മാറി. ലക്ഷ്മിപ്രിയ ചേച്ചി എന്നാ കൂട്. അനുവിനെ പ്രായത്തിൽ മൂത്തവരെ ബഹുമാനം ഇല്ല. അപ്പൊ അനു എന്നെ അടിക്കാൻ പാടില്ല, തെറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം അനു എന്നെ അടിച്ചു. ന്യായങ്ങളല്ലേ തെറ്റൊന്നുമില്ല. പ്രായം ഇവിടെ ഞാൻ എന്റെ അപ്പനെടുത്ത് തോട്ടിയിടുന്നത്. എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോൾ മാത്രമേ അങ്ങോട്ട് കൗണ്ടർ. അല്ല അവന്റെ മുഖത്ത് കൂടെ എന്തെങ്കിലും തോന്നണ്ടേ പറയാൻ? മുഖത്ത് നോക്കി പറയാനല്ല പ്രയാസം. കണ്ണാടി വേണം. ഇനി പറഞ്ഞോ. എടാ സത്യം പറഞ്ഞ മുഖത്തിനെ കളി കൊള്ളാത്. അപ്പൊ റോഡ് സൈഡ്, അതായത് ഫ്രണ്ട് സൈഡിലാണ് എന്റെ റൂം. അപ്പൊ റോഡിൽ കൂടെ ഏത് വണ്ടി പോയാലും എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. ഉള്ളിക്കാരില്ല, കേൾക്കാൻ പറ്റും. ന്യൂട്രട്ട് പോയാലോ? ഇത് എറിയുമ്പോ ഈ ഒരു സ്കാർഫിൽ നിങ്ങൾ ഇത് കളക്ട് ചെയ്യണം, ഹോൾഡ് ചെയ്ത് പിടിക്കരുത്, അപ്പൊ തന്നെ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കണം. മാക്സിമം തങ്കച്ചി ചേട്ടൻ നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ മേലേക്ക് എറിയാൻ നോക്കും. അതെ, നിങ്ങളുടെ പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് എറിയുമ്പോ സൂക്ഷിച്ചെറിയ പെണ്ണേട്ടാത്ത ചെറുക്കനാണ്.